ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഈ കർക്കിടക മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ആ ഇഞ്ചി കൃഷിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഓൾറെഡി ഒരു 2 മാസം മുമ്പ് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഇഞ്ചി നടുന്ന രീതിയെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ഇഞ്ചി കൃഷിക്ക് ചെയ്യേണ്ട വളവിടിയിൽ, അതുപോലെ അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. നമ്മൾ ഇഞ്ചി നട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഓലയിട്ട് മൂടും. അങ്ങനെ മൂടിയ ആ ഓലയാണ്, ആ ഓലയുടെ ഇടയ്ക്കൂടെ ഇപ്പോൾ 2 മാസം മുമ്പ് നട്ട ഇഞ്ചി ഇത് കണ്ടു. ആ ഓലയുടെ ഇടയ്ക്കൂടെ മുഴുവൻ കിളുത്തിട്ടുണ്ട് എല്ലാ കണ്ടത്തിൽ. ഇനി നമ്മൾ ആ ഓല സാവധാനം നമ്മൾ എടുത്ത് കണ്ടത്തയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ ഓക്കെ, ഇപ്പോൾ ഇഞ്ചി കണ്ടത്തയിൽ ഇങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. ഓല മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ആ ഓല മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കണ്ടത്ത് നമ്മൾ വെട്ടി ഇങ്ങനെ മണ്ണ് കൂന കൂട്ടിയാണല്ലോ നമ്മൾ ഇഞ്ചി നടുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം നമ്മൾ മഴ പെയ്ത് കുറേശ്ശെ ഇടിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിന് ചെയ്യുന്നത് ആ സൈഡിലെ മണ്ണെല്ലാം ശരിക്കും നമ്മൾ വെട്ടി ഈ കണ്ടം ഒന്നുകൂടെ കൂന കൂട്ടണം. അങ്ങനെ സൈഡ് നോക്കിയാൽ മണ്ണ് ഇതുപോലെ വെട്ടി കൂട്ടുന്നതിന് നമ്മൾ വരിപ്പ് വെട്ടുക എന്ന് പറയും. നാടൻ ഭാഷയിൽ വരിപ്പ് വെട്ടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരിപ്പ് വെട്ടി ഈ 4 സൈഡ് നല്ലപോലെ ആ ഷേപ്പിൽ മണ്ണ് കണ്ടത്തിലേക്ക് വലിച്ചിട്ടിരിക്കുക. ഈ വരിപ്പ് വെട്ടുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഇതിനകത്ത് ഇനി വളമിടാൻ പോവുകയാണ്. ആ വളമിടുമ്പം നല്ല മഴയുള്ളപ്പോഴാണല്ലോ വളമിടുന്നത്. അത് മുഴുവൻ ഒലിച്ച് ഈ കണ്ടത്തിൽ നിന്ന് പുറത്ത് പോകാതിരിക്കേണ്ടിയിട്ടാണ്. നോക്കി ആ ടോപ്പിലേക്ക് മണ്ണ് വലിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരിപ്പ് വെട്ടിയതിന് ശേഷം കണ്ടം എല്ലാം ക്ലീൻ ചെയ്ത്, അങ്ങനെ അതിനകത്ത് ചെറിയ കളകളുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചിട്ട് നമ്മൾ അതിന് ഇഞ്ചിക്കകത്ത് നമ്മൾ ചവറ് പാക്ക് ചെയ്യുകയാണ്. ഈ ചവറെന്ന് പറഞ്ഞാൽ പച്ചില വളം. അതായത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് മരുതിൻ്റെ ചവറാണ്. അതാണ് ഏറ്റവും ഇഞ്ചിക്ക് നല്ലത്. അപ്പം ഓരോ ഇഞ്ചിയുടെ 2 റോയുടെ ഇടയ്ക്ക് കൂടെ നമ്മൾ കംപ്ലീറ്റ് ഈ പച്ചില വളം പാക്ക് ചെയ്തിരിക്കുകയാണ് നല്ലപോലെ കംപ്ലീറ്റ്. അങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം നോക്കിയേ, അതിന് ശേഷം നമ്മൾ അതിന് കൊടുക്കുന്നത് ചാണക വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അതായത് ചാണകം നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് അല്ല, തീരെ ഡൈല്യൂട്ടും അല്ലാത്തൊരു മീഡിയം രീതിയിൽ ചാണകം നമ്മൾ കലക്കിയിട്ട് അത് ഈ കണ്ടത്തിൽ കൂടെ ഒഴിക്കണം. ഇത് കണ്ടോ, ഈ ഒരു ലൂസായ രീതിയിൽ നമ്മൾ ഈ ചവറ് പാക്ക് ചെയ്തതിന്, അതായത് പച്ചില വളം പാക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ചാണകവെള്ളം നന്നായിട്ട് ഒഴിക്കണം. അങ്ങനെ ചാണകവെള്ളം നന്നായിട്ട് ഒഴിച്ച് മുഴുവൻ എല്ലാ കണ്ടത്തിലും ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മഴ നല്ലപോലെ ഉണ്ട്. ആ പാക്ക് ചെയ്ത് നമ്മൾ ഇതിനകത്തെ ചവറ് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ആ ചാണകവെള്ളം ഒട്ടും പുറത്തേക്ക് പോകത്തില്ല. ഇനി നല്ല മഴയുള്ള സമയമാണ്, അതായത് ഈ കർക്കിടക മാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഈ ഇഞ്ചി നല്ല രീതിയിൽ തഴച്ച് വളരും. ആ കണ്ടം മുഴുവനായിട്ട് ഇതിന് കണ പൊട്ടി, ഇഞ്ചി ഒരു ചോട്ടിൽ തന്നെ 3-4 ചൂടായിട്ട് അത് വളർന്ന് ചെടികളായിട്ട് വളർന്ന് ആ കണ്ടം മുഴുവൻ നിറഞ്ഞ് നിൽക്കും, കണ പൊട്ടി. അതാണ് ചാണകവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും. ഇതോടുകൂടി ഇഞ്ചി കൃഷി തീർന്നു.